നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണി ടോക്ക് എന്ന് ഒരു പരിപാടിയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുന്നതിന് മണി ടോക്ക് എന്നൊരു പേര് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വരുന്നു. മാർക്കറ്റിൽ നിന്ന് ഒരു 300 പോയിൻറ്റോളമാണ് താഴോട്ട് പോയിരിക്കുന്നത് നിഫ്റ്റി. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പക്ഷേ അതിൽ സന്തോഷം തരുന്ന ചില വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ കണ്ട 1-2 വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതിയാണ്. മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കൊരു വക വേണമല്ലോ. അപ്പോൾ അതിനു പറ്റിയ 1-2 ന്യൂസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്ന് കരുതുന്നു. അതായത് ആംഫി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ്. ഒക്ടോബറിലെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്ന എമൗണ്ടുകളെ കുറിച്ചുള്ള കണക്ക്. അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. അത് എല്ലാ കാലത്തെയും കടത്തി വെട്ടിക്കൊണ്ട് അതിൻ്റെ എമൗണ്ട് കടന്നു പോയിരിക്കുന്നു. 25,000 കോടി രൂപ SIPയിലേക്ക് വന്നിരിക്കുന്നു. SIPയിലേക്ക് മാത്രമാണ് കേട്ടോ, മറ്റ് നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ SIPയിലേക്ക് 25,000 കോടി കടന്നിരിക്കുകയാണ് ഒരു മാസത്തെ വരവ്. അപ്പോൾ മാർക്കറ്റ് ഒക്ടോബറിൽ എങ്ങനെയാണ് പോയതെന്ന് നിങ്ങൾക്കറിയാം. ഇടിഞ്ഞ് താഴോട്ട് വന്നു. ഏറ്റവും കൂടുതൽ നമ്മളുടെ നിഫ്റ്റി താഴ്ന്ന ഒരു മാസമാണ് ഒക്ടോബർ. ഇതിനു മുമ്പ് അത് കൊറോണയ്ക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇത്രയും ഒരു മാസത്തെ തകർച്ച എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള മാസത്തിലും നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള SIP വഴിയുള്ള, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി എല്ലാ മാസവും വരുന്ന ക്യാഷ് കൂടി വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മാർക്കറ്റിൽ വിശ്വാസം കൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. അതായത് 2020 10,000 ലക്ഷം കോടിയായിരുന്നു, 10,000 കോടിയായിരുന്നു ഇതിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് 25,000 കോടിയിലേക്ക് കടന്നത്. 20 വന്നിരുന്നതിൽ നിന്ന് ഒരു 5 വർഷം കൊണ്ടുണ്ടായിരുന്ന വളർച്ചയാണിത്. അക്കൗണ്ടുകളുടെ കാര്യത്തിൽ അന്നൊരു 6 ലക്ഷത്തിനടുത്ത് ഉണ്ടായിരുന്നതാണ് ഇന്ന് 10 ലക്ഷം കടന്നു പോയിരിക്കുന്നു. 19 5 ഉണ്ടായിരുന്നത്, 5 ലക്ഷത്തിന് താഴെ അക്കൗണ്ടുകൾ, 5 കോടിക്ക് താഴെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത്. അതാണ് ഇന്ന് 10 കോടി കടന്നിരിക്കുകയാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് നമ്മളുടെ സാമ്പത്തിക രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിലെ ആളുകൾക്ക് വിശ്വാസമായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മാർക്കറ്റിൻ്റെ തകർച്ചയെ ബീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മറ്റേ മാർഗം മ്യൂച്വൽ ഫണ്ടാണെന്ന് കുറേ പേരെങ്കിലും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ SIP നടത്തുന്ന ആളുകൾ ബൾക്കായിട്ടൊരു എമൗണ്ട് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണക്കിൽപ്പെട്ടിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. ഈ മാർക്കറ്റ് ഇടിയുമ്പോൾ ബൾക്കായിട്ടൊരു എമൗണ്ട് നിങ്ങൾക്ക് കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ SIP ചെയ്തിട്ടുള്ള ആ മ്യൂച്വൽ ഫണ്ട് തന്നെ വാങ്ങാം. താഴോട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ NAV. അപ്പോൾ അത് വാങ്ങുക. അതൊക്കെ നിങ്ങൾക്കിടെ ലാഭത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും മാർക്കറ്റ് അല്പം ഉയർന്നു കഴിയുമ്പോൾ. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന എമൗണ്ട് കൂടുന്നു എന്നുള്ളത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്തിനെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് എങ്ങനെ ഇടിഞ്ഞ് തകർന്നാലും അതിന് കയറേണ്ടി വരും, അത് നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ചില കണക്കുകളുടെ ഓരോ രീതി ഞാൻ പുറത്തുവിടാം. അതായത് 2021 10,000 കോടി രൂപ വന്നിരുന്നതാണ്. 2023 ആയപ്പോൾ അത് 15,000 കോടിയായി. 2024 കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ വന്നിരുന്ന 20,000 കോടി രൂപയാണ് SIPയിൽ വന്നിരുന്നത്. അതാണ് ഈ ഒക്ടോബർ ആയപ്പോൾ 25,000 കോടി രൂപയായി മാറി. 25,000 കോടി രൂപ SIP മാത്രമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒക്ടോബറിൽ 1 ലക്ഷം കോടിയിൽ ചെല്ലുവാനും ആണ് എമൗണ്ട് പിൻവലിച്ചത് FIs എന്ന് പറഞ്ഞു. മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നത് ഇതുപോലുള്ള വരുന്ന ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ചെന്ന് വാങ്ങുന്നത് കൊണ്ടാണ്.
അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ താഴ്ച എത്ര ആയേനെ, പണ്ടത്തെ പോലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ പോലും പറ്റില്ല. അപ്പം ഇന്ന് 10% ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ 20-25% ഒന്നിച്ചിടിഞ്ഞു പോയേനെ ആ ഒരു മാസം തന്നെ. അപ്പോൾ മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്. മ്യൂച്വൽ ഫണ്ട് നിങ്ങളുടെ നിക്ഷേപത്തിലേക്ക് തീർച്ചയായിട്ടും മാറ്റേണ്ട പോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും, എത്ര കുറഞ്ഞ വരുമാനമുള്ളവരാണെങ്കിലും, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇതിനെയും തരണം ചെയ്യുന്നതിന് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടുള്ള നിക്ഷേപങ്ങൾ നിങ്ങളെ സഹായിക്കും. എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ അതിന് വളർച്ചയുണ്ടാകും. 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങളത് എടുക്കാൻ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കരുത് എന്ന് മാത്രം. അതിന് ലോങ് ടേമിലേക്കുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉദ്ദേശം, ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, അതുവരെ 10 വർഷമാണെങ്കിൽ 10 വർഷം, 20 വർഷമാണെങ്കിൽ 20 വർഷം നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അസറ്റ് ക്രിയേഷൻ്റെ കണക്കുകൾ ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിനെ കാണുക എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കാനാണ് ഈ വാർത്തകൾ ഉപകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾ ഒട്ടും സംശയിക്കുന്നില്ല മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്നു, പക്ഷെ ഒരു സംശയവുമില്ല മാർക്കറ്റ് കയറുമെന്ന്. അതുകൊണ്ട് അവരെല്ലാം നിക്ഷേപം തുടരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു വാർത്തയാണ്, ഡയറക്റ്റ് ടാക്സിൽ 15% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഈ നവംബർ 10 വരെ. അതായത് 12,100 ലക്ഷം കോടി രൂപയാണ് വന്നിട്ടുള്ളത്. 12.1 lakhs crore വന്നിട്ടുള്ളത്. 15% വർധന ഉണ്ടായിട്ടുണ്ട് ഈ ഡയറക്റ്റ് ടാക്സ് കളക്ഷനിൽ എന്നാണ് പറയുന്നത്. അതും നമ്മളുടെ എക്കണോമിയുടെ സ്ട്രെങ്തിനെ കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് കരുതി കരയേണ്ട സമയമല്ല ഇത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉന്നതിയിലേക്കുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ അല്പം കൂടി നിക്ഷേപ സാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ കാണുക. അത് പറയാമെന്ന് കരുതിയാണ് ഇങ്ങനെയൊരു വീഡിയോയ്ക്ക് വന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷാ നിർഭരമല്ലേ. മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്ന ആളുകളും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഷെയറിൽ നിക്ഷേപിക്കുന്ന ആളുകളെയും സഹായിക്കുന്ന ഒരു വാർത്തയാണത്. മ്യൂച്വൽ ഫണ്ടുകാരാണ് ഈ ഒരു ഷെയറിനെ ഇപ്പോൾ നമ്മളുടെ ഈ മാർക്കറ്റിനെ താഴ്ന്നു നിർത്തുന്നത്. അത് ഓവർ വാല്യൂഡ് ആകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതിനെ സെല്ല് ചെയ്ത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കറക്ഷനും നടക്കും. മാർക്കറ്റിൽ അങ്ങനെ നടക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ, അതിനുള്ള ശക്തിയും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇതെല്ലാം ബേസ് പണിയാൻ ഉപയോഗിക്കുന്നു. ഇനിയും മാർക്കറ്റ് മുന്നോട്ട് പോകും. ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് നിക്ഷേപ മാർഗങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണിത്. മോശപ്പെട്ട ഷെയറുകളായിരുന്നു നിങ്ങളുടെ ഉള്ളെങ്കിൽ അതിൻ്റെയൊക്കെ മാർക്കറ്റ് അവലോകനങ്ങളെല്ലാം നടത്താനും, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തോരം ഉണ്ടെന്നും അത് എത്ര മുന്നോട്ട് പോകുമെന്നും എല്ലാം നോക്കാനുള്ള ഒരു അവസരമാണിത്. നിക്ഷേപം അല്പം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ വിജയിക്കാം. മ്യൂച്വൽ ഫണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തുകയില്ല. അതൊരു ലോങ് ടേമിലേക്ക് വേണ്ടി മാത്രം നിക്ഷേപിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തീർക്കാം. ആ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി വേണം നിക്ഷേപിക്കാൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനൊരു കമൻറ്റൊക്കെ ചെയ്ത് തരുമെന്ന് നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം.